ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ജൂൺ മാസത്തിൽ നിരവധി സിവിൽ എക്സാംസ് ആണ് നടക്കാനിരിക്കുന്നത്. ആ എക്സാംസിൻ്റെയൊക്കെ കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് എത്രത്തോളം ആപ്ലിക്കൻസ് ഉണ്ട് ആ എക്സാംസ് ഒക്കെ അപ്പിയർ ചെയ്യാനെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്ത് ഈ എക്സാമിനൊക്കെ ആയിട്ട് എത്രത്തോളം കോമ്പറ്റീഷൻ ലെവൽ ഉണ്ടെന്നും നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം നടക്കാനിരിക്കുന്ന എക്സാം അസിസ്റ്റന്റ് ടൗൺ പ്ലാനറുടേതാണ്. അത് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ 721/2024 ആയിരുന്നു. അതിന്റെ കൺഫർമേഷൻ കഴിഞ്ഞു. അതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 11/6/2025 ആണ്. അത് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 21,080 പേരായിരുന്നു. പക്ഷേ കൺഫർമേഷൻ കൊടുത്തത് 16,717 പേരാണ്. അപ്പോൾ 4,363 പേരുടെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ അത്രയും കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോർമലി അറിയാം, നോർമൽ കേരള PSC എക്സാംസിനേക്കാൾ ഈ ടെക്നിക്കൽ എക്സാംസ് വരുമ്പോൾ കോമ്പറ്റീഷൻ ലെവൽ കുറച്ച് കുറവാണ്. കാരണം എല്ലാവരും അത് അപ്ലൈ ചെയ്യാറില്ല. അതിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവർ മാത്രമേ ആ എക്സാം അപ്പിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 16,717 ആണ്. പക്ഷേ ഈ 16,000 പേരും എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്തവർ മാത്രമായിരിക്കും. അപ്പം തയ്യാറെടുക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വരുന്ന എക്സാം ഗ്രേഡ് 1 ഓവർസിയറിൻ്റെ ആണ്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ വന്നത് 584/2024 ആണ്. അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 27/6/2025 ആണ്. അവിടെയും കൺഫർമേഷൻ ഡേറ്റിന് മുമ്പ് 28,957 പേരായിരുന്നു ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് അത് 23,670 പേരായിട്ട് കുറഞ്ഞു. അതായത് 5,287 പേരുടെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയിട്ട് മാറി. അവിടെയും കോമ്പറ്റീഷൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ എക്സാം പബ്ലിക് PWD ഡിപ്പാർട്ട്മെന്റിലേക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും ഉള്ള എക്സാം ആണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 579/2024 ആയിരുന്നു. എക്സാം ഡേറ്റ് 27/6/2025 ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമും ഇതും ഒരേ ഡേറ്റിലാണ്. അപ്പോൾ ആപ്ലിക്കേഷൻസ് കൺഫർമേഷന് മുമ്പുള്ള ആപ്ലിക്കേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് 32,696 ആയിരുന്നു. പിന്നീട് അത് ആഫ്റ്റർ കൺഫർമേഷൻ 26,524 ആയിട്ട് മാറി. അതായത് 6,172 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് 6,172 ആപ്ലിക്കേഷൻസ് ഇൻവാലിഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ വീണ്ടും വരികയാണ്. അതായത് കോമ്പറ്റീഷൻ കുറഞ്ഞു വരുന്തോറും നമുക്ക് ആ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ള ദൂരം അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയും ആപ്ലിക്കൻസിൽ 26,524 പേര് അപ്ലൈ ചെയ്തു എന്ന് കരുതി ആ 25,000 പേരും പഠിക്കുന്നവരാകണമെന്നില്ല. കോച്ചിങ് സെന്ററിൽ പോകുന്നവരുടെ എണ്ണം അതിൽ പകുതിയെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ സ്വന്തമായിട്ടിരുന്ന് പഠിക്കുന്നവരുടെ എണ്ണം അതിൽ കുറച്ചേ കാണത്തുള്ളൂ. അപ്പം ഈ എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ സിവിൽ ഓവർസിയറിനായിട്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്. അത് സൺഡേ ബാച്ചും റെഗുലർ ബാച്ചുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും, ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റുകളും നമ്മുടെ ഈ കോഴ്സിൽ ലഭ്യമാണ്. അപ്പം എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.